നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിനു ശേഷം അതായത് ആ വ്യക്തിയുടെ ലൈഫ്, നിങ്ങളില്ലാത്ത ആ വ്യക്തിയുടെ ലൈഫ് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് ഇത് എപ്പോഴാണോ കാണുന്ന ആ സമയം തൊട്ട് വാലിഡ് ആകുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഈ ഒരു റീഡിങ്ങിലുണ്ട്. നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായി ഒരു കുഴപ്പവും ഇല്ലാണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു തേർഡ് പാർട്ടി റീഡിങ് കാണാതിരിക്കുക. കാരണം നിങ്ങൾ ആ ഒരു ടൈമിൽ തേർഡ് പാർട്ടി റീഡിങ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുകയും നെഗറ്റീവ് തോട്ട്സ് വരാനും സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത റീഡിങ് കാണരുത് എന്ന് പറയുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് സോർഡ്സ്, ദ ഫൂൾ കാർഡ്, കിങ് ഓഫ് സോർഡ്സ്, 10 of swords, 8 of cups, 7 of swords, queen of swords, 6 of wands, judgment card, 8 of wands, the chariot, the hierophant, the wheel of fortune. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് 2 of pentacles ആണ്. ഈ ഒരു കാർഡ് സ്പ്രെഡിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുണ്ടായ ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥമാണ് എന്നതാണ്. അവരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ വളരെ വിഷമം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് ചില കാര്യങ്ങൾ അവർക്ക് മൂവ് ഓൺ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. കണ്ണ് മൂടപ്പെട്ട കയ്യും കാലും എല്ലാം കെട്ടിയിട്ട ഒരവസ്ഥയിൽ കൂടെയാണ് അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും എല്ലാം അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് സ്വസ്ഥമായൊന്ന് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഒന്നാമത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൻ്റെ ഒരു വിഷമവും ഡിപ്രഷനിൽ കൂടാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്രഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ആ ഉറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് അവർക്ക് ഫിസിക്കലി അവർ ഒരുപാട് വീക്കാണ് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആരൊക്കെ അവരുടെ കൂട്ടുകാരാണെങ്കിലും അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ആരൊക്കെ എന്തൊക്കെ അവർക്ക് ഉപദേശം കൊടുത്തിട്ടും ഇവരുടെ തലയിലൊന്നും കയറുന്നില്ല. ചുറ്റിനും നിൽക്കുന്നവർ പറയുന്നതൊന്നും കേൾക്കാതെ തന്നെ ഉള്ള ഒരു ജീവിതമാണ് അവരുടേത്. ഇപ്പോൾ അവർക്ക് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനായിട്ട് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു മാനസികാവസ്ഥ കംപ്ലീറ്റ്ലി മാറ്റുവാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ ഫൈനലി അവർ വന്ന് നിൽക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. അവരുടെ ജീവിതം തന്നെ തീർന്നു പോയി എന്നുള്ള ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിപ്പോൾ സ്വയം ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണ്. ഇനി എനിക്കൊരു പുതിയ ലൈഫ് ഉണ്ടാവുകയില്ല, ഞാനിനി ഒരിക്കലും ഹാപ്പി ആയിരിക്കുകയില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഘടകം കടന്നു വരികയില്ല എന്നൊക്കെയുള്ള ചിന്തയാണ് അവരെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് തന്നെ അവർ ഇപ്പോൾ ചീറ്റിംഗ് നേരിടുന്നുണ്ട്. അങ്ങനെ ചീറ്റിംഗ് നേരിട്ടപ്പോൾ അവർക്ക് ഒരു കാര്യം ഇപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങളെ അവർക്ക് എത്രത്തോളം വിശ്വസിക്കാമായിരുന്നു എന്നുള്ള ഒരു സത്യം അവർക്കിപ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ അവരുടെ അടുത്ത് 100% സത്യസന്ധമായിട്ടും കമ്മിറ്റഡ് ആയിട്ടുമാണ് നിന്നത് എന്നുള്ള സത്യമാണ് അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമത് അവരിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതിൻ്റെ പേരിൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ കൂടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഒരു റിലീഫ് കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഫ്രണ്ട് സർക്കിളിൽ ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ ഇടപഴകാൻ ശ്രമിച്ചത്. പക്ഷേ ഫ്രണ്ട്സിൽ നിന്നും അയാൾക്ക് കിട്ടിയത് ഒരു ചീറ്റിംഗ് ആണ്. നിങ്ങൾ പോയതിൽ പിന്നെ അയാൾ ചിന്തിക്കുന്നത് അയാളെ പിന്തുടരുന്നത് മുഴുവനും ഒരു നെഗറ്റീവ് എനർജിയാണ് എന്നതാണ്. അതായത്
നിങ്ങളെ വിശ്വസിച്ചതുപോലെ ഇനി ആരെയും വിശ്വസിക്കാൻ സാധിക്കുകയില്ലേ, എല്ലാവരും അയാളുടെ ചുറ്റിനുള്ള എല്ലാവരും അയാളെ ചതിക്കുമോ എന്നൊക്കെയുള്ള ഭയത്തിൽ കൂടിയാണ് അയാളിപ്പോൾ ജീവിക്കുന്നത്. ഒരു കൺഫ്യൂഷൻസ് പോലും ഇല്ലാതെ നന്നായി ബാലൻസ്ഡ് ആയി പോയിരുന്ന ഒരു ജീവിതമായിരുന്നു ആ വ്യക്തിയുടേത്. പെട്ടെന്നുണ്ടായിരുന്ന ഈ ഒരു ഇംബാലൻസ് ആ ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒരു ഒറ്റപ്പെട്ട ഒരു ലൈഫാണ് ഇപ്പോൾ ആ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പെടലിൽ നിന്ന് ആ വ്യക്തി ഒരുപാട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെങ്കിൽ പോലും ആ വ്യക്തിക്ക് അത് സാധിക്കുന്നില്ല. ജോബ് സംബന്ധമായിട്ടും അവരുടെ പഠിത്തം സംബന്ധിച്ചിട്ടാണെങ്കിലും അവർക്ക് മുന്നേറാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവരുടെ മുമ്പിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുന്ന തരത്തിലുള്ള ഒത്തിരി അവസരങ്ങളാണ് അവരെ തേടി വരുന്നത്. പക്ഷേ ഇതിലൊന്നും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവരുടെ ചിന്തകൾ അവരുടെ നിയന്ത്രണത്തിൽ പോലും അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള ഈ ഒരു വിഷമം മാറി സന്തോഷമുള്ള ഒരു ജീവിതം ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളത്. പക്ഷേ ഓരോ ദിവസവും വളരെ പാടുപെട്ടിട്ടാണ് ഈ ഒരു വ്യക്തി മുമ്പോട്ട് ജീവിക്കുന്നത് തന്നെ. ഈ വ്യക്തിയുടെ ചിന്തകൾ കംപ്ലീറ്റ്ലി നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിറഞ്ഞതുകൊണ്ട് തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ ഇനിയൊരു സന്തോഷം ഉണ്ടാകില്ല എന്നതാണ്. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ലൈഫ് എത്ര സ്മൂത്തായിട്ടാണ് പോയത് എന്നൊക്കെ ഈ വ്യക്തി ചിന്തിച്ച് ഇപ്പോൾ ആ ഒരു കഴിഞ്ഞു പോയ സമയത്തെ ഓർത്ത് ഈ വ്യക്തി വളരെ ദുഃഖിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായ സമയത്ത് ഈ വ്യക്തിക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിരുന്ന ഓരോരോ നേട്ടങ്ങളെക്കുറിച്ചും നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത സപ്പോർട്ടിനെയൊക്കെ കുറിച്ച് ആ വ്യക്തി ഇപ്പോൾ ഓർക്കാറുണ്ട്. വ്യക്തമായ തീരുമാനങ്ങൾ ആ വ്യക്തി പല സമയങ്ങളിലും എടുക്കാറുണ്ട്. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ചിന്തകൾ ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടി ആ വ്യക്തി ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കൗൺസിലറിൻ്റെ സഹായം തേടിയിട്ടുണ്ട് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങളില്ലാത്ത ഒരു ലൈഫ് വളരെ ഭയം നിറഞ്ഞതാണ്. ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയും പരാജയങ്ങളുടെയും നടുവിൽ കൂടിയുള്ളൊരു ജീവിതമാണ് ആ വ്യക്തിയുടേത് എന്നാണ് ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരികയും അല്ലാത്ത പരിഹാരങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നതുമായിരിക്കും. ചക്ര ഹീലിങ്ങിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 days കോഴ്സാണ്. അതിപ്പോൾ ആ 7 days കോഴ്സിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തവർക്കായിട്ട് എറണാകുളത്ത് ഒരു 1 day കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ മാസത്തിലാണ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒക്ടോബർ 10-ാം തീയതിയാണ്. ഒക്ടോബർ 5-ന് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബേൺ ഫയർ എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. നിങ്ങളിൽ ബാധിച്ചിരിക്കുന്ന സകല ദുരിതങ്ങളും അസുഖങ്ങളും നെഗറ്റീവ് എനർജീസും ബ്ലാക്ക് മാജിക്കും കൂടോത്രവും സകല പ്രശ്നങ്ങളും ബേൺ ചെയ്ത് കളയുക എന്നതാണ് ആ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കോഴ്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കോഴ്സിന് ചേരുവാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.